അന്തി ഇറങ്ങുന്ന മഹാനരുടെ ചാരത്ത് ഈ വേദിയിൽ കയറിയിട്ട് വേല പറയുമ്പോ എന്റെ സദസ്സിലെ തടിച്ചുകൂടിയ പ്രായമുള്ള ഉപ്പമാരില്ലയോ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചേട്ടാനുജന്മാരില്ലയോ, എല്ലാവരെയും സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുകയാ, നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾ പിണക്കത്തിലാണോ, ഭർത്താക്കന്മാരോട് പിണക്കത്തിലാണോ, നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, കാര്യമായ പിശാച് നിങ്ങളെ പിന്നിൽ കൂടിയിട്ടുണ്ട്, കാര്യമായ പിശാച് നിങ്ങളെ പിന്നിൽ കൂടിയിട്ടുണ്ട്. ആ പിശാച് നിങ്ങളെ കൂടെ കൂടിയത് കൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് നിനക്ക് സമാധാനം കിട്ടാത്തത്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടാത്തത്. ഇത് നൗഫൽ സഖാഫി കളസയുടെ അഭിപ്രായം പറയുകയല്ല, ഇത് പഠിപ്പിച്ച നേതാവ് ആരാണെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ മാധുര്യമുള്ള ദാമ്പത്യ ജീവിതം ജീവിതത്തിലൂടെ മാലോകർക്ക് മുന്നിൽ കാണിച്ചു തന്നൊരു നേതാവില്ലയോ? താജിദാരെ മദീന, സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കൂ നിങ്ങൾ. ഇന്ന ഇബ്ലീസ, ബഹുമാനപ്പെട്ട ഇബ്ലീസ്, ബഹുമാനപ്പെട്ട ഇബ്ലീസ് ഒറ്റൊരുത്തനും റളിയല്ലാഹു അൻഹു പറയണില്ല. ഇബ്ലീസിന്റെ പേരിന്റെ മുന്നില് ബഹുമാനപ്പെട്ട ഇബ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ട് പോലും തെറ്റിയിട്ട് പോലും നിങ്ങളെ കൂട്ടത്തിൽ ഒരാള് പോലും റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞില്ല. കാരണം എന്ത് ബഹുമാനപ്പെട്ട പെട്ടിലൊരു തട്ട ആർക്ക് വേണമെങ്കിലും കെട്ട, എന്ത് ബഹുമാനപ്പെട്ട ആണെങ്കിലും അപ്പുറത്തുള്ളത് ഇബ്ലീസ് നല്ലേ. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്നാ പറയാ. അതുകൊണ്ട് നിങ്ങൾ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ടാന്ന് കേട്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ ലഅനത്തുല്ലാഹി അലൈഹി എന്നല്ലേ. ആ ഇബ്ലീസിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഞാനിത് വെറുതെ പറയുകയല്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ കാലമായ ഉസ്താദേ, മനസ്സിനൊരു സമാധാനമില്ല, എന്റെ ഭാര്യയുടെ സ്വഭാവം ശരിയില്ല, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലം എത്രയായി. അതിനൊരു പരിഹാരം വേണമെന്ന് ചിന്തിക്കാത്തതെന്തേ പുരുഷന്മാരെ? അതിനൊരു പരിഹാരം വേണമെന്ന് ചിന്തിക്കാത്തതെന്തേ ഭാര്യമാരെ? ഒരു നിലക്കും ഒത്തുപോകണില്ലാതെ കണ്ടാൽ പിന്നെയും ഇങ്ങനെ നീങ്ങിയിട്ട് കാര്യമുണ്ടോ? പിന്നെയും ഇങ്ങനെ നീങ്ങിയിട്ട് കാര്യമുണ്ടോ? കുടുംബത്തിൽപ്പെട്ടവരോട് ഞാൻ പറയുകയാ, നിങ്ങളെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതം അത് ഉഴലുകയാണെങ്കിൽ, അവൾക്കതിലൂടെ സമാധാനമില്ലെങ്കിൽ, കണ്ടിട്ടും കണ്ടില്ല എന്നും നടിക്കാൻ പാടില്ല. ജമാഅത്ത് കമ്മിറ്റിക്കാരോട് പറയുകയാ, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് കമ്മിറ്റിക്കാരെ. കേവലം പള്ളി നടത്താൻ മാത്രമല്ല, മദ്രസ നിയന്ത്രിക്കാൻ മാത്രമല്ല, ഇതുപോലെ തന്നെ ഒരു കാര്യം പറയട്ടെയോ, ഒരു കാര്യം പറയട്ടെയോ, ഉറൂസ് നടത്താൻ മാത്രമല്ല നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിക്കാഹിന്റെ സമയമാകുമ്പോൾ സെക്രട്ടറി വരുന്നു, സെക്രട്ടറി ഓടിയ. ഇപ്പൊ ഇവിടുത്തെ സെക്രട്ടറിനെ കുറ്റം പറയാന്നല്ലോ കേട്ടോ, അങ്ങനെ സെക്രട്ടറിമാരുണ്ട്. ഇവിടുത്തെ സെക്രട്ടറിയെ കുറിച്ച് പറയാല്ല. മൊത്തത്തില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിക്കാഹിന്റെ സദസ്സില്, കല്യാണത്തിന്റെ സദസ്സില് മൂപ്പര് വരിക, എന്താ നിക്കാഹ് ചെയ്ത ആൾ ഒപ്പ്, ഇഞ്ഞൊരൊപ്പ് എല്ലാം ഒപ്പിട്ട് വേണല്ലോ, സാക്ഷി വേണല്ലോ. സാക്ഷി ആര്? സാക്ഷിന്റെ ഒപ്പ്. എല്ലാം ശരി. ആകെ കല്യാണം നടത്തിയത് മാത്രം മനസ്സിലാക്കിയാ പോരാ. ആ നടന്ന കല്യാണം പിന്നീട് വലിയ പ്രശ്നത്തിലായി എന്ന് അറിയുമ്പോൾ, നിങ്ങളെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടിനെ ഏതോ ഒരു സ്ഥലത്തേക്ക് ഒരാണിനെ കെട്ടിച്ചയച്ചു എന്ന് അറിയുന്നു. പിന്നീടതാ വിവരം ലഭിച്ചു, ആ പെൺകുട്ടിയുടെ കത്ത് വരികയാണ്, എനിക്കെന്റെ ഭർത്താവിന്റെ വീട്ടിലെ സമാധാനമില്ല, ഒന്ന് ഇടപെട്ടിട്ട് പരിഹാരം കാണിക്കണേ.
എന്ന് പറയുമ്പോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത മഹല്ല കമ്മിറ്റിക്കാരില്ലോ. ഞാൻ ഈ പറയുന്നത് ഈ പരിസരത്തുള്ളവരോട് മാത്രമല്ല, കല്യാണം കഴിഞ്ഞു പോയവര്, വെറുതെ പള്ളിത്തടക്കയോ റഞ്ചയുടെ പരിസരത്തുള്ളവര് മാത്രമല്ലല്ലോ. ഈ ബാല കേൾക്കുന്ന ഓൺലൈനിലൂടെ എന്റെ ബാല കേൾക്കുന്ന മഹല്ല കമ്മിറ്റിക്കാരെ, നിങ്ങളെ നാട്ടിൽ നിന്ന് എത്ര പാവപ്പെട്ട പെൺകുട്ടികളെയാ കെട്ടിച്ചയച്ചിട്ടുള്ളത്? പണക്കാരനാണോ? അധികാരമുള്ളവന്റെ മോളാണോ? പത്രാസുള്ളവന്റെ മോളാണോ? അവളെങ്കാലും കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തിയിട്ട് അവൾക്ക് ഭർത്താവിന്റെ വീട്ടിലെ സമാധാനമില്ലെങ്കിൽ ചോദിക്കാൻ ഇവിടെ ആളുകളുണ്ടാകൂ, അതിന് പരിഹാരം കണ്ടെത്താൻ ആളുകളുണ്ടാകൂ. അതേ സമയത്ത് ബാപ്പയില്ലാത്ത മോളാണോ? ചോദിക്കാൻ ആരുമില്ലാത്ത പെൺകുട്ടിയാണോ? ആ പെൺകുട്ടിക്ക് ആങ്ങളയില്ല, അനുജനില്ല, ചേട്ടനില്ല, നാട്ടുകാര് ചേർന്ന് കെട്ടിച്ചയച്ചതാണെങ്കിൽ ആ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടില് സമാധാനത്തോടെയല്ല കഴിയുന്നത്. ആ ഭർത്താവ് മദ്യപാനിയാണ്, ആ ഭർത്താവ് വ്യഭിചാരിയാണ്. ഇവൻ കേവലം ഭാര്യയെ വീട്ടിലെ വേലക്കാരിയായി നിർത്തിയതാണ്. നട്ടപ്പാതിരക്ക് മദ്യപിച്ച് കള്ളുകുടിച്ച് സ്വന്തം വീട്ടിലേക്ക് കടന്നു വന്ന് സ്വന്തം കാലുകൊണ്ട് ഈ ഭാര്യയെ ചവിട്ടിയതിന് കയ്യിൽ കണക്കുമില്ലല്ലോ. സ്വന്തം ഭാര്യയ്ക്ക് കാലുകൊണ്ട് ചവിട്ടിയതിന് കയ്യിൽ കണക്കുമില്ലല്ലോ. പാവപ്പെട്ട പെണ്ണിന്റെ ശരീരത്തിൽ എത്ര ഭാഗത്താ പാടുകൾ വീണിട്ടുള്ളത്, എത്ര മുറിവുകളാ പറ്റിയിട്ടുള്ളത്. പാവപ്പെട്ട പെണ്ണിന്റെ ശരീരത്തിൽ എത്രയാണ് മുറിവുകൾ പറ്റിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ മുറിവുകൾ പറ്റിയതെന്നറിയോ? നട്ടപ്പാതിരക്ക് മദ്യപിച്ച് കള്ളുകുടിച്ച് ബാധാ പെണ്ണിന്റെ അടുത്തേക്ക് വന്ന ഈ ഭർത്താവ് ഇവളെ ആക്രമിക്കുകയാ. എത്ര ദിവസങ്ങളായി, എത്ര കാലങ്ങളായി മഹല്ല കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ട്. പക്ഷേ ചോദിക്കട്ടെ മഹല്ല കമ്മിറ്റിക്കാര്, മഹല്ലിലെ പ്രമാണിമാരാരും നടക്കുന്നവര്, ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം പെൺകുട്ടിയുടെ ജീവിതമാണെങ്കിൽ അതിന് നിങ്ങളൊരു പരിഹാരം കാണുമായിരുന്നില്ലയോ? ഇത് ചോദിക്കാൻ ആരുമില്ലാത്ത പെണ്ണായതുകൊണ്ടാണോ? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾക്കതാ അധികാരമുണ്ട്, നിങ്ങൾക്ക് അധികാരമുണ്ട്. ആ അധികാരത്തെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. ഇത് പഠിപ്പിച്ച നേതാവല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. കല്യാണം കഴിഞ്ഞു, ഒരു നിലയ്ക്ക് ശരിക്കും മുന്നോട്ട് പോകണില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം കാണണ്ടേ? പിന്നെ ഇങ്ങനെ കെട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാര്യമുണ്ടോ? അതിനൊരു പരിഹാരം കാണണ്ടേ? നിക്കാഹ് ചൊല്ലി കൊടുക്കുമ്പോ തന്നെ പറയുന്നെന്താ? മഹല്ല കമ്മിറ്റിയുടെ ഉത്തരവാദിത്വപ്പെട്ട എല്ലാരെയും മുൻനിർത്തിയിട്ട് പള്ളിയിലെ ഉസ്താദ് ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിന്റെ കൈപിടിച്ച് പുതിയാപ്പളന്റെ കൈപിടിച്ചിട്ട് ചൊല്ലിക്കൊടുത്ത വാചകം എന്താ? ഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. അതാണ് ചൊല്ലിക്കൊടുത്ത വാചകം. എന്താ അതിന്റെ അർത്ഥം? മോനെ, പുതിയാപ്പളനോട് പറയാ, പള്ളിയിലെ ഉസ്താദ് പെണ്ണിന്റെ ഉപ്പാനെ കൊണ്ട് പറയിപ്പിക്കാം, മോനെ ഇതാ എന്റെ മോളെ ഞാൻ നിനക്ക് കെട്ടിച്ചയക്കാൻ തരാം, മര്യാദക്ക് നിന്റെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ. താക്കീതാണത്, വാർണിംഗ്. അതിന്റെ മലയാളം ആരും പറഞ്ഞു കൊടുക്കണില്ല, കെട്ടിച്ചു കൊടുക്കുന്ന മാത്രം പറയുന്നുള്ളൂ. അതിന്റെ മലയാളം കൂടി പറഞ്ഞു കൊടുക്കണം. താക്കീത് നൽകുകയാണ്, എന്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചേരുന്നു, മര്യാദക്ക് നിന്റെ കൂടെ നിർത്താൻ പറ്റുമെങ്കിൽ മാത്രം നിർത്തിയാ മതി. ഇനി അടിച്ചിട്ട് മുഖത്ത് പൊക്കളം വരിപ്പിച്ചിട്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കുന്ന ആസിഡ് ഒഴിച്ചിട്ട്, ആസിഡ് ആര്? ഈ പോയോ എന്ന് പറഞ്ഞ ഭർത്താവ് ആസിഡ് വെച്ച് എന്തിനു പറ്റൂ ഇവനെ? പാവം ഏതോ പെണ്ണിന്റെ ഏതോ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിൽ കഴിയുമ്പോ അവളെ ശരിക്കും നോക്കാൻ കാണില്ലേ? അവളെ ബുദ്ധി ശരിയില്ലേ? മോശാണോ? എന്നാ നിങ്ങൾ രണ്ടു കൂട്ടരും നിൽക്ക്. ഞാനിത് എന്തിനാ പറയണത്? വെറുതെ നമ്മളിങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം വിഷയിട്ടിട്ട് ഞാനിങ്ങനെ 2 മണിക്കൂർ സംസാരിച്ച് നിങ്ങളിങ്ങനെ കൈകൊട്ടി ചിരിച്ച് എന്ന് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ത്വലാഖ് നടക്കാതെ, ഫസ്ഖ് നടക്കാതെ, അതിന്റെ പേരിൽ ഇടങ്ങേറായിക്കൊണ്ടിരിക്കുന്ന എത്ര ആണുങ്ങളാ ഉള്ളത്, എത്ര പെണ്ണുങ്ങളാ ഉള്ളത്?
എന്നാ ഒരു നിലക്കും മുന്നോട്ട് പോകണില്ലേ? ഒന്നിരിക്കലോ മാന്യമായിട്ട് പോകണം, നല്ല റാഹത്തില്, സന്തോഷത്തില്, ഹാപ്പിയില് പോകണം. ഇത് കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതമല്ലേ ഉള്ളൂ മനുഷ്യന്മാരെ. ഈ കുറഞ്ഞ കാലത്തേക്കുള്ള ജീവിതത്തിൽ നമ്മൾ എന്തിന് ഇത്ര ടെൻഷൻ എടുക്കണം? നല്ല റാഹത്തോടു കൂടെ പോകണില്ലേ? എന്താ പ്രശ്നം? രണ്ട് കുടുംബം ഇരിക്കുക, പെണ്ണിന്റെ വീട്ടുകാരും പെണ്ണിന്റെ കുടുംബവും. അപ്പൊ എല്ലാ കുടുംബവും ഒന്നിക്കണം. അപ്പണ്ട് ചില പെണ്ണിന്റെ കുടുംബക്കാരിൽപ്പെട്ട് ചിലരുണ്ട് അങ്ങനെ മാവണം, അങ്ങനെ മാവണം, ഓളുക അങ്ങനെ മാവണം. അല്ല മനുഷ്യ, ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുടിയല്ലേ അങ്ങനെ മാവണം. അനല്ലേ സൈക്കിളിൽ വീണാല് പണ്ട് നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ഇബ്ലീസിനൊരു സിംഹാസനമുണ്ട്, ഇബ്ലീസിനൊരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിന്റെ മുകളിൽ വന്നിട്ട് ഇബ്ലീസ് ഇരിക്കുകയാണ്. ഇബ്ലീസിന്റെ ചുറ്റും ഇബ്ലീസിന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണ്. എന്നിട്ടതാ ഇബ്ലീസ് എന്ത് ചെയ്യുമെന്നറിയോ? സുമ്മയബഅതു സറായാഹു. ഈ ഇബ്ലീസ് തന്റെ സൈന്യങ്ങളെ നാട്ടിന്റെ പലയിടങ്ങളിലേക്ക് അയക്കുകയാണ്. ഇതാ ഈ നാട്ടിലൊരു ഇബ്ലീസ് ഉണ്ട്. ആ ഇബ്ലീസ് എന്നും അതാ. ഇനിയിപ്പോ നിങ്ങള് ഇതിന്റെ പേരിൽ അടുത്ത കൊല്ലം എന്നെ വേദന ക്ഷണിക്കാതിരിക്കണ്ട. ഇയാള് വന്നിട്ട് ഞങ്ങളെ പള്ളിത്തടക്ക ഇരുതലി ഇബ്ലീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഓരോ നാട്ടിലും ഉണ്ട്. നിങ്ങളെ നാട്ടിൽ മാത്രമല്ല, എന്റെ കളസയിലുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. ഇബ്ലീസ് ആകുന്നത് സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കൂ. എന്നും ഒരു നാട്ടിലെ ഇബ്ലീസ് സിംഹാസനത്തിന്റെ മുന്നിലിരിക്കൂ. അത് ഞാനൊന്നിയും കാണൂല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇബ്ലീസ് സിംഹാസനത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് സുമ്മയബഅതു സറായാഹു. ആ ഇബ്ലീസിന്റെ സൈന്യത്തെ നാട്ടിന്റെ പല ഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ഇബ്ലീസ് പറയുകയാ, നിങ്ങളിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിപ്പിക്കുന്നവൻ ആരാണെന്നറിയോ? അവനാണ് എന്റെ സീറ്റിൽ വന്നിരിക്കേണ്ടവന്, അവനാണ് എന്നോട് ഏറ്റവും അടുപ്പമുള്ളവൻ. ഇബ്ലീസ് പറയുകയാ. അങ്ങനെ ഇബ്ലീസിന്റെ സൈന്യത്തിൽപ്പെട്ട ഓരോ കുഞ്ഞു ഇബ്ലീസുമാര് നാട്ടിന്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അതാ ഒരാള് പോകുന്നു, ഒരു ചെറുപ്പക്കാരന്റെ ചെവിയിൽ മന്ത്രിക്കുന്നു, മോനെ നീ നിസ്കരിക്കണ്ട, നീ പള്ളിയിലെ ജമാഅത്തിന് പോകണ്ട. അതാ അവന് നിസ്കരിക്കുന്നില്ല, പള്ളിയിലെ ജമാഅത്തിന് പോകുന്നില്ല. വേറെ ഒരു ചെറുപ്പക്കാരന്റെ ചെവിയിൽ മന്ത്രിക്കുകയാണ്, ചെറുപ്പക്കാരാ നീ അതാ പോയി ചീട്ട് കളിച്ചോ, അതിന്റെ സദസ്സിലിരിക്കണ്ട, ചീട്ട് കളിച്ചോ. വേറെ ഒരു ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയിട്ട് ഇബ്ലീസ് മന്ത്രിക്കുകയാണ്, ചെറുപ്പക്കാരാ നീ കല്യാണം കഴിക്കണ്ട, കിട്ടിയ പെണ്ണിനെ നീ വ്യഭിചരിച്ചു നടന്നോ. ഓരോ മനുഷ്യരുടെ ചെവിയിൽ പോയിട്ട് ഇബ്ലീസിന്റെ സൈന്യങ്ങൾ പോയി മന്ത്രിക്കുകയാണ്. ആ കൂട്ടത്തിലുണ്ടല്ലോ ഓരോരുത്തരും വരുന്നു. പിന്നീട് വൈകുന്നേരമാകുമ്പോ സിംഹാസനത്തിലിരിക്കുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, നേതാവായ ഇബ്ലീസിന്റെ അരികിലേക്ക് കുഞ്ഞുങ്ങൾ വരികയാണ്. ആ ഓരോ സൈന്യത്തോട് ഇബ്ലീസ് ചോദിച്ചു, ഇന്ന് നിങ്ങൾ എന്താ ചെയ്തത്? ഒരു ഇബ്ലീസ് പറഞ്ഞു, ഞാൻ നിസ്കാരത്തിൽ നിന്ന് ഒരുത്തനെ മുടക്കി. വേറെ ഒരു ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ഒരുത്തനെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു. വേറെ ഒരുത്തനെ കൊണ്ട് ഇബ്ലീസ് പറയുകയാ, ഞാൻ അവനെ കൊണ്ട് മദ്യപിപ്പിച്ചു, കള്ളുകുടിപ്പിച്ചു. ഇങ്ങനെ ഓരോന്നും പറയുമ്പോ ഈ ഇബ്ലീസിന്റെ നേതാവിന് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. അപ്പോഴാ ഒരു ഇബ്ലീസ് വന്ന് പറയുകയാണ്, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി. ഒരു ഇബ്ലീസിന്റെ കുഞ്ഞ് വന്നിട്ട് പറയുകയാണ്, ഞാനിതാ ഒരു മനുഷ്യനെയും അവന്റെ ഭാര്യയുടെ ഇടയിലും ഞാനതാ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി. ഒരു ഭർത്താവിനെയും ആ ഭർത്താവിന്റെ ഭാര്യക്കിടയിൽ ഞാൻ ഭിന്നിപ്പുണ്ടാക്കി ഇരിക്കുന്നു. ആ ഭർത്താവ് ഭാര്യയോട് പിണക്കത്തിലാണ്, ഭാര്യ ഭർത്താവിനോട് പിണക്കത്തിലാ. എല്ലാം കേട്ടതിന് ശേഷം അവസാനം ഈ നേതാവായ ഇബ്ലീസ്, നിസ്കാരത്തെ മുടക്കിയ ഇബ്ലീസ് അപ്പുറമുണ്ട്, പക്ഷേ ഈ നേതാവിന് ഇബ്ലീസിന് ആവശ്യമില്ല.
കള്ളു കുടിപ്പിച്ച ഇബ്ലീസ് എവിടെയുണ്ട്? പക്ഷേ അവനെ ഈ നേതാവിന് ആവശ്യമില്ല. ചീട്ടുകളി ചെറുപ്പക്കാരനെ കൊണ്ട് ചീട്ട് കളിപ്പിച്ച ഇബ്ലീസ് എവിടെയുണ്ട്? ഈ നേതാവിന് ആ കുഞ്ഞ് ഇബ്ലീസിന് ആവശ്യമില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാക്കിയ ഇബ്ലീസ് ആരാണോ ആ ഇബ്ലീസിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ നേതാവായ ഇബ്ലീസ് പറയുകയാ, നിഅമ അന്താ നിഅമ അന്താ നിഅമ അന്താ, നീയാണ് ഉഷാറ്, നീയാണ് ഉഷാറ്. എന്തേ കാരണമെന്നറിയോ? നീ ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയവനാണല്ലോ. നിഅമ അന്താ, നീയാണ് ഉഷാറ്, നീയാണ് ഉഷാറ്. ഞാൻ എന്തിനാണ് ഈ ഹദീസ് നിങ്ങളെ ഓതി കേൾപ്പിച്ചതെന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലെ പിണക്കത്തിലാണോ? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലെ പിണക്കത്തിലാണോ? ആ പിണക്കത്തിന്റെ പിന്നിലെ പ്രവർത്തിച്ചത് ആരാണെന്നറിയോ? പെണ്ണ് നല്ലവളാ, ഭാര്യ നല്ലവളാ. പെണ്ണ് നല്ലവളാണ്, ആണ് നല്ലവളാ. അതിലൊരു സംശയമില്ല. എന്റെ ഭാര്യ നല്ല ഭാര്യയാണെന്ന് അഭിപ്രായമുള്ള ഭർത്താക്കറൊന്ന് കൈവക്ക്. എന്റെ ഭാര്യ അല്ല, അവനവന്റെ ഭാര്യ. എന്റെ ഭാര്യ നല്ലതാണ് എനിക്ക് അഭിപ്രായം. നിങ്ങൾ പറയണ്ട, അത് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ ഭാര്യമാര് നല്ല ഭാര്യമാരാണെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈവക്ക്. മനുഷ്യ ബേം പൊക്കിക്കോ, അല്ല നാളെ രാവിലെ പട്ടിണി കിടക്കേണ്ടി വരും. ഇവരേത് ഭാഗത്താ ഇരിക്കണേ ഈ പെണ്ണുങ്ങന്മാർ? ബേക്കില അങ്ങോട്ടാ? ഇപ്പൊ തിരിച്ചു രണ്ട അങ്ങോട്ട് സ്ക്രീൻ ഇതങ്ങോട്ട് ഇപ്പൊ തിരിക്കണ്ട. ഭയം പൊക്കിക്കോ, അല്ലെങ്കിൽ നാളെ രാവിലെ പട്ടിണി കിടക്കേണ്ടി വരും. നാസ്ത ഉണ്ടാവൂല. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഉസ്താദ് നാന് മങ്ങിലായിട്ട് കുടുങ്ങിയ ഉസ്താദ് ആയെങ്ങോ കൈ ഒയ്ത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. ചെന്നെങ്കിൽ ഉച്ചക്ക് ചോറ് കിട്ടണ്ടേ, സുബഹി നാഷ്ട കിട്ടണ്ടേ, അസറ് ചായ കിട്ടണ്ടേ, ജാവു അപ്പ കിട്ടണ്ടേ? ഇല്ല മനുഷ്യ, ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒന്ന് പറയട്ടെ, ഈ 100ക്ക് 100 ക്ലിയർ ഉള്ള ഒരാണും ഒരു പെണ്ണും ദുനിയാവിൽ കിട്ടൂല. കിട്ടോ? ചില ചെറുപ്പക്കാരുണ്ട്. എന്താ ചെറുപ്പക്കാരന്? ഞാനിപ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു അടുത്ത്. അവനോട് ചോദിച്ചു, മംഗലായിട്ടല്ല കല്യാണം കഴിഞ്ഞു? ഇല്ല. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, എന്താടാ മംഗലാവാത്തെ? അപ്പം പറഞ്ഞു, ഉസ്താദേ ഇപ്പത്തെ പെൺമക്കളെ മംഗലാവും പേടിയാവൂ ഉസ്താദേ. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, ഞങ്ങള ഇപ്പത്തെ പെൺമക്കളെ മേലല്ല മങ്ങിലായിട്ട് നിക്കൊന്നു മാത്രം സ്വർഗത്തെ ഇഞ്ഞു പറഞ്ഞ ഓനക്ക് മാത്രം. ഞങ്ങൾക്കെല്ലാം ദുനിയാവിന്റെ പെണ്ണുങ്ങന്മാരെ പറ്റും. ഓനക്ക് മാത്രം സ്വർഗത്തിന് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ ഇറങ്ങാൻ പോകുന്ന വിഷയ. എന്നിട്ട് ഇവൻ പറയാ, ഇപ്പത്തെ പെൺമക്കളെ നമ്പകാവില്ല ഉസ്താദ്, മങ്ങിലാവും മനസ്സ് വണ്ടില്ല ഉസ്താദ്. ആര് പറഞ്ഞു? ഇപ്പോഴും ഉണ്ട് നല്ല തഖ്വയിൽ കഴിയുന്ന പെൺകുട്ടികളുണ്ട്, നല്ല ദീനീ ബോധമുള്ള പെൺകുട്ടികളുണ്ട്. ചെറുപ്പക്കാരാ കിട്ടിയതിനെല്ലാം മങ്ങലായിരണ്ട ഏസിക കുടുങ്ങിപ്പോവും. അവസാനം നല്ല ദീനുള്ള പെണ്ണ് നിന്റെ ഉമ്മാനോട് പോയി പറയും, ബാപ്പാനോട് പോയി പറയും, എന്താ നല്ല ദീനുള്ള പെണ്ണ്. അല്ലാതെ ഇവൻ പോയിട്ട് കോളേജ് വിടുന്ന സമയത്ത് അവിടെ ഇങ്ങനെ മോറിയിൽ ഇരിക്കുക. കോളേജ് അലക്കുമ്പോ മോറിയിൽ പോയി ഇരിക്കുന്നാല് എന്തിന്? ആടെ കോളേജിൽ നിന്ന് വിട്ട സാർത്തികല്ല ഇങ്ങനെ നോക്കാൻ ഏതാവൂ. അങ്ങനെ നോക്കിയിട്ട് കാര്യല്ലടാ. ചന്തം നോക്കിയിട്ടല്ല. തഖ്വയുള്ള പെണ്ണെവിടെ? ദീനുള്ള പെണ്ണെവിടെ? ഇന്നുണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെൺകുട്ടികള്, ഇന്നുണ്ട് എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് ഓതുന്ന പെൺകുട്ടികള്, ദുഹാ നിസ്കരിക്കുന്ന പെൺകുട്ടികള്, വിത്ർ നിസ്കരിക്കുന്ന പെൺകുട്ടികള് ഇന്നുമുണ്ട്. ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ ഹദ്ദാദ് റാത്തീബ് ഓതുന്ന പെൺകുട്ടികള് ഇന്നുമുണ്ട്. അന്യ ആണിന്റെ മുന്നില് മുഖം തുറന്നു വെച്ച് നടക്കാത്ത പെൺകുട്ടികൾ ഇന്നുമുണ്ട്. അല്ലാതെ നിനക്ക് വേണ്ടത് ഇങ്ങനെ ഇട്ടിട്ട് നടക്കുന്നത്, ഇങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിയോണ്ട് ഇപ്പുറത്ത് കിട്ടുകൊണ്ട് മുഖം കാണിച്ചിട്ട് പോകുന്ന പെണ്ണ് വേണ്ട. എന്താ കാരണം എന്നറിയോ? ഇന്ന് നിനക്ക് മുഖം കാണിച്ചതുപോലെ നാളെ ഓള് പിന്നൊരുത്തൊക്കും മുഖം കാണിക്കൂല എന്തുറപ്പ്? ഇന്ന് നിന്റെ മുന്നിൽ ഇങ്ങനെ മേലം കാണിച്ചിട്ട് സാലിട്ടിട്ട് നിന്റെ മുന്നിലൂടെ നടന്നു പോയതുപോലെ നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം നാളെ അവൾ ഇതുപോലെ പിന്നൊരുത്തന്റെ മുന്നിൽ സാല കാണിച്ചിട്ട് പോകൂല എന്തുറപ്പ്?
അതുകൊണ്ട് നീ കല്യാണം കഴിച്ചോ തഖ്വയുള്ള പെണ്ണിനെ നോക്കിയിട്ട്, നല്ല ഹിജാബുള്ള. അല്ലേ? ഇപ്പൊ അതും പ്രശ്നമായി. നല്ല ഹിജാബുള്ള ഇല്ലേ? എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഹിജാബ് ഇട്ടിട്ടല്ലാതെ പോകൂല, മുഖം മറച്ചിട്ടല്ലാതെ പോകൂല, തല മറച്ചിട്ടല്ലാതെ പോകൂല, ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ പോകൂല, മാറ് മറച്ചിട്ടല്ലാതെ പോകൂല എന്ന പിടിഭാഷയുള്ള തഖ്വയുള്ള പെൺകുട്ടികൾ ഇന്നുണ്ട്. ആ പെൺകുട്ടിനെ നോക്കിയിട്ട് കല്യാണം കഴിച്ചോ, നല്ലൊരു കുടുംബത്തിന് നോക്കിയിട്ട്. എന്നാ പിന്നെ എന്താ പറയോ, നിന്റെ വീട്ടില് നിന്റെ ഉമ്മയും മോളും ഒന്നും ശരിയുണ്ടാവും. ഇന്ന് നോക്കുമ്പോ ഒന്ന് കാഞ്ചില് വിടില്ല, പിന്നെ ഒന്ന് കുഞ്ചില് വിടില്ല. എന്താ കാരണം? മാമി മർമോലും യാ റബ്ബന തക്ടുതൈ തക്ടുതൈ. മാമി കാഞ്ചില് വിടില്ല, മർമോള് കുഞ്ചില് വിടില്ല. ഇവൻ നടുവിലിരുന്നിട്ട് തല ചൊരിയാ, പിരിക്കി ഞാൻ പിരിക്കിയാണ്. എന്തെല്ലാം നീ പിരിക്കിയാവാൻ കാരണം? പിരിക്കിയാവാൻ കാരണം വേറെ ഒന്നുമല്ല, അപ്പുറം തിരിയാൻ പറ്റൂല, ഇപ്പുറം തിരിയാൻ പറ്റൂല. ടെൻഷൻ ആയാൽ, എന്റെ വേലകൾക്ക് ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ടെൻഷൻ ആയാല് രണ്ട് മുഖത്തേക്ക് നോക്കിയാൽ ആ മനുഷ്യ സമാധാനം ഒക്കെ അല്ലേ. ഒന്ന് ഉമ്മ, माँ की दुआ जन्नत की हवा, माँ की दुआ जन्नत की हवा, माँ की दुआ जन्नत की हवा. ഉമ്മാന്റെ ദുആ സ്വർഗ്ഗത്തിന്റെ കാറ്റാണ്. ഉമ്മാന്റെ ദുആ സ്വർഗ്ഗത്തിന്റെ കാറ്റ്. മാ കി ദുആ ജന്നത്ത് കി ഹവ. അപ്പൊ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും രണ്ട് മുഖത്തേക്ക് നോക്കിയ സമാധാനം കിട്ടും, ഉറപ്പാ. നോക്കേണ്ട രൂപത്തിൽ നോക്ക് ചെറുപ്പക്കാരാ. അതിന് ഇന്ന് നിനക്ക് എവിടെയുടെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കാൻ സമയം? ഉള്ള സമയമൊക്കെ ഇതാ. ഉമ്മാനെക്കാളും വലിയൊരു സാധനം കണ്ടില്ല. ഇന്ന് ഇതിന് എത്ര വലിപ്പം കൂട്ടാൻ കഴിയും, എത്ര പൈസന്റെ കൂട്ടാൻ കഴിയും? ഞാൻ ധൈര്യത്തിൽ പറയാം, കാരണം വിവോ ആണ് കയ്യിലുള്ളത്. അപ്പൊ പൈസ കൂട്ടാൻ കീശൽ ബേരുണ്ടാവാ, അത് ബേര ആവശ്യത്തിന്. ഇനിയിപ്പോ അത് തെറ്റിദ്ധരിക്കണ്ട. എവിടെയെങ്കിലും ഐഫോൺ കണ്ടാല് അതാ മുഞ്ഞാണ്ടിയാല് വിവോ ഉണ്ട് ജന്തു എന്റെ ഐഫോൺ പിടിച്ചിരു. അത് ഒരാൾ എനിക്ക് തന്നത് ഐഫോൺ ഗിഫ്റ്റ് ആക്കിയത്, അപ്പൊ വേണ്ടാന്ന് പറയണ്ടെന്ന് കീശയിൽ വെച്ചത്. പക്ഷെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോ അയാൾ കേട്ടാൽ വിഷമാവെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വേദന പോകുമ്പോ മാറ്റർ അതിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയും. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു തന്നത് എത്ര ഐഫോൺ പ്രോ, ഐഫോൺ 7, A7, 8, 11, 12, 13, 14, 15 എല്ലാം ഇതിനെ എത്ര കൂട്ടാൻ പറ്റും? ഉമ്മാന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രദ്ധിക്കുന്ന എത്ര മക്കളുണ്ട്? മൊബൈലിന്റെ വില എത്ര കൂട്ടാൻ പറ്റും, എത്ര കൂടിയ മൊബൈൽ വാങ്ങാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഓരോ കുട്ടിയും. പക്ഷെ ഉമ്മാക്ക് സന്തോഷം കൊടുത്തിട്ട് ഉമ്മാന്റെ ആയുസ് എത്ര കണ്ട് ദീർഘമാക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന എത്ര മക്കളാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും ആലോചിക്കണം. എന്ത് ടെൻഷൻ വന്നാലും സമാധാനം കിട്ടുന്നത് രണ്ട് മുഖത്തേക്ക് നോക്കിയിട്ടാ. ഒന്ന് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, രണ്ട് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സമാധാനം കിട്ടിപ്പോയി, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ സമാധാനം കിട്ടിപ്പോയി. ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയോ? ഈ സദസ്സിലിരുന്നിന്റെ വേല കേൾക്കുന്ന പെങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ, ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയോ? ആ പെണ്ണിന്റെ മുഖത്തേക്ക്, ആ ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവ് അങ്ങ് നോക്കിയാൽ ആ ഭർത്താവിന് സമാധാനം കിട്ടിപ്പോയി. അവളെക്കാൾ ഉഷാറുള്ള ഖൈറായ ഭാര്യ ഇല്ല. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ സമാധാനം കിട്ടണോ? ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സമാധാനം കിട്ടണോ? പക്ഷേ വേല കേൾക്കുന്ന മാമിമാരെ, വേല കേൾക്കുന്ന മർമക്കമാരെ, ഓ ഉമ്മമാരെ, നിങ്ങളുടെ മകൻ പറയാണ്, ഓ പെണ്ണുങ്ങളെ, നിങ്ങളെ ഭർത്താവ് പറയാണ്, ഉസ്താദേ ഞാനിതാ അണ്ട പിരിക്കിട പോലെ ആയിട ഉസ്താദേ. ഉമ്മയുടെ നടുലും പെഞ്ഞയുടെ നടുലും ബാക്കിയായിട്ട് അണ്ട പിരിക്കിട പോലെ ആയിട. എന്തേ കാരണം? ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഉമ്മ എന്റെ ഭാര്യയെ കുറിച്ച് കുറ്റം പറയാണ്, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഉമ്മാനെ കുറിച്ച് ഭാര്യ കുറ്റം പറയുകയാ.
ഞാൻ പറഞ്ഞു വന്നത് അമ്മായി മരുമകൾ എന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണേ. അതിന്റെ എഫക്റ്റ് ആർക്കാണെന്നറിയോ? വാല കേൾക്കുന്ന ഉമ്മ, നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ മകന്റെ ഭാര്യയോട് കളിക്കാനും അതുപോലെ തന്നെ അവളോട് പിണങ്ങാനും നല്ല രസമായിരിക്കൂ. അതേ സമയത്ത് അവിടെ ആരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ചെലവിന് തരുന്ന നിങ്ങളുടെ മകനുണ്ടല്ലോ, ആ മകനില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ആ മകനില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് ചെലവിന് തരുന്ന നിങ്ങളെ മോനുണ്ടല്ലോ, ഒരു നേരം നിങ്ങളെ പട്ടിണിയാക്കിയില്ലല്ലോ. എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, വളരെ ഗൗരവത്തിന്റെ ഭാഷയിലാ ഞാൻ പറയുന്നത്. നിങ്ങളുടെ മകനുണ്ടല്ലോ, അവന് ഒരു നേരമെങ്കിലും നിങ്ങളെ പട്ടിണിയിലാക്കിയില്ലല്ലോ, ഒരു നേരമെങ്കിലും നിങ്ങളെ പട്ടിണിയിലാക്കിയില്ലല്ലോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചികിത്സക്ക് മരുന്ന് ആവശ്യമായപ്പോ കയ്യും കണക്കും നോക്കാതെ നിങ്ങളെ മകൻ നിങ്ങൾക്ക് പൈസ തന്നില്ലയോ? ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലയോ? എത്ര വലിയ ഓപ്പറേഷൻ ആണെങ്കിലോ നിങ്ങളെ മകൻ പണം ചെലവാക്കിയില്ലയോ? ആ മകൻ ഇത്രയെല്ലാം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോ, നിങ്ങളുടെ മകൻ നിങ്ങളോടുള്ള കടപ്പാട് കാണിക്കുമ്പോ, എന്തേ ഉമ്മ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങളുടെ മകന്റെ ഭാര്യയോട് നിങ്ങൾ പിണങ്ങിയാൽ, നിങ്ങളും അവളും തമ്മിലെ സമാധാനക്കുറവായാൽ, അവിടെ ആരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? നിങ്ങൾക്ക് ചെലവിന് തരുന്ന, നിങ്ങൾക്ക് മരുന്നിന് കൂട്ടിക്കൊണ്ടുപോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മോനുണ്ടല്ലോ, നിങ്ങളുടെ അത്താണിയല്ലേ നിങ്ങളെ മകൻ. ആ മക്കളില്ലാതെങ്കിലും നിങ്ങളെ ജീവിതത്തിനൊരു സമാധാനമുണ്ടോ? ആ മക്കളുടെ ഭാര്യമാരല്ലേ നിങ്ങളുടെ മരുമക്കള്. അവരോട് പിണങ്ങേണ്ടതുണ്ടോ? അവരോട് പിണങ്ങിയാൽ ഇവിടെ ആരുടെ മനസ്സാ കരയുന്നത്? നിങ്ങളുടെ മക്കളുടെ മനസ്സാണല്ലോ. ഇത് കേവലം അമ്മായിമ്മമാരോട് പറഞ്ഞതുകൊണ്ട് തീർന്നോ? വാല കേൾക്കുന്ന മരുമക്കളെ, വാല കേൾക്കുന്ന പുരുഷന്മാരുടെ ഭാര്യമാര്, നിങ്ങളുടെ അമ്മായിമ്മമാരോട്, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മമാരോട് നിങ്ങളെ പിണങ്ങിയാൽ, നിങ്ങളുടെ അമ്മായിമ്മമാരോട് നിങ്ങളെ പിണങ്ങിയാൽ അവിടെ ആരുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഭർത്താവിന്റെ ജീവിതമാണല്ലോ. നാളെ ഈ കിരികിരി അങ്ങ് കൂടിയിട്ട്, ഈ കിരികിരി ടെൻഷൻ അങ്ങ് കൂടിയിട്ട് നിന്റെ ഭർത്താവിന്റെ ഹാർട്ടിൽ ബ്ലോക്ക് വന്നു പോയാൽ, നിന്റെ ഭർത്താവിന്റെ ഷുഗർ അങ്ങ് കൂടിപ്പോയാൽ, പ്രഷർ അങ്ങ് കൂടിപ്പോയാൽ, അതിന്റെ പേരിൽ നിങ്ങളെ ഭർത്താവ് അറ്റാക്ക് സംഭവിച്ച് ലോകത്തോട് വിട പറഞ്ഞാൽ നിന്റെ ജീവിതം അവസാനിച്ചില്ലയോ പെണ്ണേ? അതുകൊണ്ട് നല്ല പെണ്ണാണോ? നല്ല പെണ്ണാണോ? നല്ല പെണ്ണാണെങ്കിൽ ഭർത്താവിന് സമാധാനം കൊടുക്കണോ? ഇന്നത്തെ വാദ അവസാനിപ്പിക്കുമ്പോ അവസാനം ഞാനൊരു 6 വിഭാഗം പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഒരു 6 വിഭാഗം പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആ 6 വിഭാഗം പെണ്ണുങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ അവരെ കല്യാണം കഴിക്കരുത്. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങളെ നിങ്ങളെ കല്യാണം കഴിക്കണ്ട. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ, നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണില് ഈ 6 സ്വഭാവമുണ്ടോ? കല്യാണം കഴിക്കണ്ട. കല്യാണം കഴിക്കണ പുരുഷന്മാരൊക്കെ ശരിക്കും ഇരുന്ന് കേട്ടോ. ഇനിയിപ്പോ വാദം കഴിഞ്ഞിട്ട് ഇപ്പൊ വാദം കേട്ടിട്ട്, ആ നന്റെ പെഞ്ഞയിൽ ഉണ്ടല്ലേ ഈ ചൊന്ന 3ാമത്തെ സ്വഭാവ, അതുകൊണ്ട് വേണ്ട. 1ഉം ചൊന്നെ, 2ഉം ചൊന്നെ, 3ഉം ചൊന്നെ. അപ്പൊ അയിമ കേട്ടിട്ട് എന്തിനെ ചൊന്നിട്ട് മേനിങ്ങ ചൊന്നോണ്ടല്ലേ തൊലാക്കിടി. ഓ തൊലാക്ക് 1ഉം ചൊല്ലി, 2ഉം ചൊല്ലി, 3ഉം ചൊല്ലി. അങ്ങനൊന്നും ചൊല്ലാൻ പോകണ്ട. ഈ സ്വഭാവം ഇല്ലാതാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഉസ്താദ് നണ്ടയിൽ എന്തോ ആവില്ലേ, പിന്നെ എന്തിക ബാണായിടേ ഉസ്താദ് നന്റെ പെഞ്ഞയുടെ സമാക്കോ നണ്ട കൊണ്ടാവില്ല എന്നെങ്കിൽ എന്തി കാണായിടേട്ട്. ഞാനിപ്പോ ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ഭയങ്കര തങ്ങന്മാരെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനില്ല. ഒരാളെ കുറിച്ച് എന്നോട് പറഞ്ഞതാ, വളരെ സങ്കടത്തിൽ പറഞ്ഞതാ. തങ്ങന്മാരും ആലിമീങ്ങ എല്ലാം ചുറ്റുമുത്തലേക്കിടെ, നടുലോണിക്കിടെ, ചുറ്റുമുത്തൽ തങ്ങ ആലിമീങ്ങ എല്ലാരും ഇക്കിടെ. എന്നിട്ടാ
എന്നിട്ട് ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ അവന്റെ സ്വന്തം വീട്ടിലുള്ള പെണ്ണിനെ ശല്യം ചെയ്യുകയാണ്. ഇവൻ മാത്രല്ല, ഇവന്റെ ബാപ്പയും മകനും ചേർന്നിട്ട് അതാ സ്വന്തം വീട്ടിലുള്ള ഇവന്റെ ഭാര്യയെ, അഥവാ ഈ ബാപ്പാന്റെ മരുമകളെ മകന്റെ ഭാര്യയെ ശല്യം ചെയ്യുകയാ. എന്തിന്റെ പേരിലാ ശല്യം ചെയ്യുന്നതെന്നറിയോ? നിന്റെ വീട്ടിലേക്ക് പോയിട്ട് സ്വർണം കൊണ്ടുവാ. അന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞ പൊന്നെവിടെ? 50 പവന് തരുമെന്നല്ലേ പറഞ്ഞത്? 30 പവനല്ലേ തന്നിട്ടുള്ളത്? 20 പവന് ബാക്കിയുണ്ടല്ലോ. ഇതുപോലെ മരുമകളെ ഈ സ്വർണം കൊണ്ടുവന്നത് കുറഞ്ഞുപോയി എന്നതിന്റെ പേരില് സ്വന്തം മരുമകളെ ശകാരിക്കുന്ന അമ്മാടിമമാരില്ലയോ, അമ്മോശന്മാരില്ലയോ? ലജ്ജ വേണേ മനുഷ്യ. എന്തിനേരെ പറയണോ? അതാ 2 മക്കളുടെ ബാപ്പയാണിവന്. ഇവൻ അവളെ കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളായിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവൻ ഭാര്യയോട് പറയുന്നത്, ഔത്തുക പോയിട്ട് ചൊന്നതിന് ബാക്കി ഇറിയ പോണ് ബംഗാര കൊമ്പടി. മനുഷ്യ പോയി കിടക്കണ്ടയോ? കബറിൽ കിടക്കണ്ടയോ? നിന്റെ കബറിൽ ഒന്ന് പോയി കിടക്കണ്ടയോ? ഈ നിന്റെ ഭാര്യയെ ശകാരിച്ച് ഭാര്യയെ ശകാരിച്ച് ശല്യം ചെയ്ത് വാങ്ങുന്ന സ്വർണമുണ്ടല്ലോ, ആ ഭാര്യയിൽ നിന്ന് വാങ്ങിയ സ്വർണം കബറിൽ പോകുമ്പോ നിന്റെ കബറിലോട്ട് നീ കൊണ്ടുപോകുമോ? പാല കേൾക്കുന്ന അമ്മാടിമമാര്, നിങ്ങളെ മരുമക്കളെ ശല്യം ചെയ്ത് ആ മരുമകളിൽ നിന്ന് 2 പേരമക്കളെ നിങ്ങൾക്ക് അല്ല തന്നില്ലേ? ആ പേരമക്കളുടെ വെല്ലുമ്മമാരാട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകളെ 20 പവൻ തരാൻ ബാക്കിയുണ്ടെന്നതിന്റെ പേരില് തിരിച്ചയക്കാൻ മനസ്സ് വന്നതെങ്ങനെ? വേണ്ട, കുറഞ്ഞ കാലത്തേക്ക് സ്വർണത്തിന്റെ പിന്നില് പോകണ്ട. അല്ലാഹു നിങ്ങളെ വിടൂല്ല. ആളുകൾക്ക് മുന്നിലും മാന്യന്മാരാടി നടന്നാ പറ്റൂല, നാട്ടുകാരെ മുന്നിലും മാന്യന്മാരാടി നടന്നാ പറ്റൂല. മാന്യനാടി നടക്കേണ്ടത് എവിടെയാണെന്നറിയോ? സ്വന്തം വീട്ടിന്റെ ഉള്ളിലാണ് കേട്ടോ. ഭാര്യന്റെ മുന്നിൽ മാന്യനാടി നടക്കണോ? അമ്മോശന്മാരെ, മരുമകളെ മുന്നിൽ മാന്യന്മാരാടി നടക്കണോ? അമ്മാടിമമാരെ, സ്വന്തം മരുമകളെ മുന്നിൽ മാന്യനാടി നടന്നോ? പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാ. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, 6 സ്വഭാവമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണ്ട. സമയം വൈകുന്നുണ്ട്, ഞാൻ നിർത്താറായി ചുരുക്കുകയാണ്. 6 സ്വഭാവം ഏതൊക്കെയാണ്? ഒന്നാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, അൽ അന്നാനത്തു. ഏത് സമയം നോക്കിയാലും ഭർത്താവിന്റെ വീട്ടിലെ കുറ്റവും കുറവും മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, പരാതികൾ മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, കുറ്റവും കുറവും മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങളെ കല്യാണം കഴിക്കണ്ട. ഇനി രണ്ടാമത്തെ സ്വഭാവം ഏതാണെന്നറിയോ? അൽ ഹന്നാന. സ്വന്തം ഭർത്താവ് ഉണ്ടാടിരിക്കെ കണ്ടു കാണുന്ന അന്യ പുരുഷന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, സ്വന്തം ഭർത്താവ് ഉണ്ടാടിരിക്കെ കണ്ടു കാണുന്ന അന്യ പുരുഷന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, അതുപോലെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണ്ട. മനുഷ്യ, നീ കുടുങ്ങിപ്പോകും ഉറപ്പാ. നിന്റെ ജീവിതം തൊലയും ഉറപ്പാ. നിന്റെ ജീവിതം തൊലയും ഉറപ്പാ. മൂന്നാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, അൽ മന്നാന. ഭർത്താവിന് ചെയ്തു കൊടുത്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ഭാര്യയുണ്ടല്ലോ, ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറയുന്ന പെണ്ണാണോ, ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കരുത്. ഇനി നാലാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, അൽ ഹദ്ദാഖ. ഈ 2 കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്ന പെണ്ണുങ്ങന്മാരില്ലേ? 2 കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്ന പെണ്ണുങ്ങന്മാരില്ലേ? ഭർത്താവിന്റെ സാമ്പത്തിക ശേഷി
നോക്കൂല, ഭർത്താവിന്റെ നിലവാരമൊന്നും നോക്കൂല. ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വാങ്ങിത്തരണമെന്ന് ഭർത്താവിനോട് വാശി പിടിക്കുന്ന ഭാര്യമാരില്ലേ, അത് ആവശ്യമുള്ളതാണോ അല്ലേ എന്ന് അവൾ നോക്കൂല. അവളുടെ രണ്ട് കണ്ണുകൊണ്ട് അവൾ എന്ത് കണ്ടുവോ അത് വാങ്ങിത്തരണമെന്ന് ഭർത്താവിനോട് വാശി പിടിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ. ആ സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, അവളെ നീ കല്യാണം കഴിക്കരുത് കേട്ടോ. ഇനി അഞ്ചാമത്തെ സ്വഭാവം ഏതാണെന്നറിയോ? അൽ ബറാഖ. ഇതൊക്കെ ഓരോന്ന് കുറെ നീട്ടി വിശദീകരിച്ച് വിവരിച്ച് പറയേണ്ടതാ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്താം. 11:45 ഇൻഷാ അല്ലാഹ് എന്റെ വേല അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 12 മണി വരെ ഇരുന്ന് തരുമെന്ന് പറയുന്നവരൊന്ന് കൈവെക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ അപ്പുറം പോകില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ എനിക്ക് കല്യാണ ഉറൂസ് വേലാണ്, മറ്റന്നാൾ മാണില വേലാണ്, അത് കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം മുഹിമാത്തിൽ വേലാണ്, അത് കഴിഞ്ഞിട്ട് 11-ാം തീയതി ബജ്പയിൽ വേലാണ്, അത് കഴിഞ്ഞിട്ട് 12-ാം തീയതി കൊടകിൽ വേലാണ്, 13-ാം തീയതി വേറെ സ്ഥലത്ത് വേലാണ്. നിങ്ങൾക്കും നാളെ വേലാണ്. എനിക്ക് മാത്രമല്ല, എനിക്ക് പറയുന്ന വേല, നിങ്ങൾക്ക് കേൾക്കുന്ന വേല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകണില്ല. 12 മണിക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുവരെ ഞാൻ ഇരുന്ന് തരും എന്ന് പറയുന്ന ഒന്ന് കൈവക്കും. ബിസ്മില്ലാഹ്. അല്ലാഹുവേ, ഈ ഇരുന്ന് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനെ, വിജയം നൽകണേ റഹ്മാനെ. അവസാനം പറഞ്ഞ് ഇനി 2 സ്വഭാവമുള്ള പെണ്ണുങ്ങന്മാരുണ്ട്. 5-ാമത്തെ സ്വഭാവമുള്ള പെണ്ണെന്തെന്നറിയോ? പണ്ഡിതന്മാർ പറഞ്ഞു അൽ ബറാഖ. ബറാഖ എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഏത് സമയം ഇങ്ങനെ ചെയ്യണവൾ. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പെണ്ണ്. മനുഷ്യ, ഓളെ നീ കെട്ടിയാല് നിനക്ക് രാവിലത്തെ കട്ടനും ഉണ്ടാവൂല, വൈകുന്നേരത്തെ കുട്ടനും ഉണ്ടാവൂല. ഓളെ നീ കെട്ടിയാല് രാവിലത്തെ കട്ടനും ഉണ്ടാവൂല, വൈകുന്നേരത്തെ കുട്ടനും ഉണ്ടാവൂല. ഇവളിങ്ങനെ കുട്ടത്തിയെ പോലെ ഇങ്ങനെ നടക്കും, ഒഞ്ഞും കൂട്ടിയിട്ട് ഇങ്ങനെ ബുർക്കത്തെ മേൽക്ക് ഒരു ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്ക ഇങ്ങനെ നോക്കണേ. കണ്ണാടിയിലേക്ക് ഇട്ട ബാഗ് ചന്ത കാണണ്ട ഇല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ബാഗ് ചന്ത കാണാനാ ഇടണേ? ഈ ബാഗ് ചന്ത കാണാനാ ഇടുന്നത്? ഞാൻ പറഞ്ഞു വന്നത് അൽ ബറാഖ. കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകളോളം നിന്ന് മേക്കപ്പ് നടത്തുന്ന സ്വഭാവമുള്ള പെണ്ണാണോ നീ, അവളെ കല്യാണം കഴിക്കരുത് എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. 6-ാമതായി സ്വഭാവമുള്ളൊരു പെണ്ണുണ്ട്, അശ്ശദ്ദാഖ. അതായത് അൽ കസീറത്തുൽ കലാം, അമിതമായ സംസാരമുള്ള പെണ്ണ്. ഏത് സമയം നോക്കിയാലും അവളുടെ ബായി ബൊമ്പായി. അങ്ങനെ ചില ആളുകളില്ലേ, അവളുടെ ബായി വലിയ ബൊമ്പായി, അവളുടെ ബായി നോക്കുമ്പോ വലിയ ബൊമ്പായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാക്കിന് ലൈസൻസ് ഇല്ല, നാക്കിന് ലൈസൻസ് ഇല്ല. മനുഷ്യ, നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ല എന്തിനാണ് നമുക്ക് നാവ് ഒന്ന് തന്നത്? അല്ല എന്തിനാ നമുക്ക് ചെവി 2 തന്നത്? ഈ സദസ്സിൽ വാല് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 2 നാക്കുള്ളവരുണ്ടോ, ചെവി ഒന്നുള്ളവരുണ്ടോ? ഈ സദസ്സിൽ 2 നാക്കുള്ളവരുണ്ടോ, ചെവി ഒന്നുള്ളവരുണ്ടോ? ഇല്ല. എല്ലാവരുടെയും നാക്ക് ഒന്നാണ്, ചെവി 2ആണ്. എന്തിനാണ് അല്ലാഹു തആല മനുഷ്യന് ഒരു നാക്ക് തന്നത്? എന്തിനാണ് അല്ലാഹു തആല മനുഷ്യന് 2 ചെവികൾ തന്നത്? നാവ് കൊണ്ട് കുറച്ച് സംസാരിച്ചാ മതി, ചെവിട് കൊണ്ട് ഒരുപാട് കേൾക്കണേ. സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് വേണം എന്നറിയിക്കാനാണ് കേട്ടോ. അമിതമായ സംസാരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളുടെ നാക്കിനൊരു ലൈസൻസ് ഇല്ല, ആവശ്യമില്ലാത്തത് ധാരാളം സംസാരിക്കുന്ന പെണ്ണാണോ നീ, അവളെ കല്യാണം കഴിക്കരുത് കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ. ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ച രൂപത്തിലുള്ളൊരു ദാമ്പത്യ ജീവിതമുണ്ടല്ലോ, ആ ദാമ്പത്യ ജീവിതമാണ് നമ്മളത് ആ ജീവിതത്തിൽ പകർത്തേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ വഅദ് അവസാനിപ്പിക്കുമ്പോ ഞാനൊരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. പുരുഷന്മാരെ,
ഭാര്യമാരെ സ്വർഗത്തിലെത്തിക്കാൻ പുരുഷന്മാര് ശ്രമിക്കണം. ഓ സ്ത്രീകളെ, ഭർത്താക്കന്മാരെ സ്വർഗത്തിലെത്തിക്കാൻ ഭാര്യമാര് ശ്രമിക്കണം. ഏറ്റവും നല്ല ഭാര്യ ഭർത്താവ് ആരാണ്? ആ ഭാര്യയെ ഭർത്താവ് ദീനിന്റെ വിഷയത്തിൽ അതാ സഹായിക്കണം. ഏറ്റവും നല്ല ഭാര്യ ആരാണ്? ഭർത്താവിനെ ദീനിന്റെ വിഷയത്തിൽ സഹായിക്കണം. ഇതിനേക്കാളും നല്ല ഭാര്യ ഭർത്താക്കന്മാര് വേറെ ഇല്ല. ചരിത്രം പറയാൻ പലതുമുണ്ട്, പറയാൻ ആഗ്രഹമുണ്ട്, കേൾക്കാൻ അതിലേറെ ഭൂതിയുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിയുന്നില്ല. പക്ഷേ ഒരു ചരിത്രം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കട്ടെ. മദീന എന്ന രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയെ കേട്ടിട്ടുണ്ടോ? ആരാണ് മദീന എന്ന രാജ്യം ഭരിച്ച ഭരണാധികാരി? അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ്. പോരാ, ഉറക്കെ പറയൂ, ഉമറുൽ ഫാറൂഖ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ ഉറക്കെ റളിയല്ലാഹു അൻഹു ചൊല്ലാൻ മനസ്സ് വരാതിരിക്കലെങ്ങനെ? ഏറ്റവും വലിയ ധീര വീര ശൂര പരാക്രമിയായ സ്വഹാബി, ഖത്താബ് എന്നവരുടെ മകനായ കിസ്റാ കൈസറിനെ ഗിടഗിടാന്ന് വിറപ്പിച്ച, ചെറിയ കാലയളവിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണുമ്പോഴൊക്കെ ഹബീബായ തങ്ങള്, ഈ ഉമർ ഇസ്ലാമിൽ വന്നിരുന്നെങ്കിൽ ഇസ്ലാമിന് ശക്തി കിട്ടുമായിരുന്നു എന്ന് പലപ്പോഴും കൊതിച്ച് മോഹിച്ച് ദുആ ചെയ്ത സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മദീന എന്ന രാജ്യം ഭരിക്കുമ്പോൾ അർദ്ധരാത്രിക്ക് മദീന എന്ന നാടിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുകയാ. അർദ്ധരാത്രിക്ക് ഒരു വീട്ടിന്റെ അകത്ത് നിന്നൊരു പെണ്ണിന്റെ കരച്ചിലോ, അതും ഞാൻ അമീറുൽ മുഅ്മിനായി രാജ്യം ഭരിക്കുന്ന രാജ്യത്തോ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ വീട് ലക്ഷ്യം വെച്ച് മെല്ലെ മന്ദം മന്ദം കടന്നു ചെല്ലുകയാണ്. ആ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ ഉള്ളിൽ നിന്നൊരു വെളിച്ചം കാണുന്നു. ആ വീട്ടിന്റെ അടുത്ത് പോയി കതകങ്ങ് മുട്ടിക്കൊടുത്തു. കതക് തുറന്നു നോക്കിയപ്പോൾ അയ്യോ, ഗർഭിണിയായ പ്രസവവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ കരച്ചിലാണ് അതിന്റെ അകത്ത് നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കാണുന്നത്. പാവപ്പെട്ട ഒരു പെണ്ണ്, ആ സ്ത്രീ ഇങ്ങനെ കിടന്ന് അതാ പ്രസവവേദനത്തോടെ കൂടെ കരയുകയാ. ചെറിയ വേദനയല്ലല്ലോ പ്രസവവേദന. ഉമ്മല്ലേ പ്രസവവേദനയെ കുറിച്ച് അറിയുന്നത്? പ്രസവവേദന മരണവേദന ഒരുപോലെയാണെന്ന് പറഞ്ഞവരില്ലയോ? പ്രസവവേദന മരണവേദന ഒരുപോലെയാണെന്ന് പറഞ്ഞവരില്ലയോ? ആ പ്രസവവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ കരച്ചിലങ്ങ് കണ്ടപ്പോ വല്ലാതെ സങ്കടമായി പോയി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഈ പെണ്ണിന്റെ ഭർത്താവിനോട് ചോദിച്ചു, ഇവിടെ കഴിക്കാൻ നിങ്ങൾക്കൊന്നുമില്ലേ? ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ ഭാര്യയെ പ്രസവിപ്പിക്കാൻ ഇവിടെ ആളുമില്ലേ? ആരുമില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? പ്രിയപ്പെട്ട ഭാര്യയോട് പോയി പറഞ്ഞു, പെണ്ണേ, നിനക്ക് സ്വർഗത്തിന് ഉപകരിക്കുന്ന ഒരു അമലിന് അവസരം തരാം. സ്വർഗത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കാൻ പറ്റിയ ഒരു അമലിന് അവസരം തരാം. എന്റെ കൂടെയൊന്ന് പോരുമോ? എന്റെ കൂടെയൊന്ന് പോരുമോ? ഇന്നത്തെ ഉമ്മമാരെ പോലെയല്ലല്ലോ അന്ന്. സയ്യിദത്തുനാ ബീവി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ
ഭർത്താവിന്റെ വാക്ക് കേട്ടപ്പോഴേക്ക് തന്നെ ഇറങ്ങി വരികയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു സ്വർഗത്തിലേക്ക് പോകാനുള്ള അമൽ. അതേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഭാര്യയുടെ കൈപിടിച്ചിട്ട് കടന്നു ചെല്ലുകയാണ്. ഏതൊരു ചെറ്റക്കുടിലിന്റെ അകത്തളത്ത് നിന്നാണോ ഒരു പെണ്ണിന്റെ വെപ്രാളത്തിന്റെ കരച്ചില് കേൾക്കുന്നത്, ആ വീട്ടിന്റെ അകത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പറഞ്ഞയച്ച് കതകങ്ങ് അടക്കുകയാണ്. ഒരൽപനേരം കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാരൻ അറിയില്ല ഇത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖ് തങ്ങളാണെന്നറിയില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങളെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇത് ഉമറുൽ ഫാറൂഖ് ആണോ വീട്ടുകാർക്കറിയില്ല. റളിയല്ലാഹു അൻഹു ഈ വീട്ടുകാരന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അങ്ങ് പ്രസവിക്കുകയാണ്, ആൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. അതാ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ കതകങ്ങ് തുറന്നിട്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ച് പറയുകയാ, ഈ വീട്ടിലെ പെണ്ണ് പ്രസവിച്ചു ആൺകുഞ്ഞാ. ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹയുടെ ആ വിളി കേട്ടപ്പോഴാണ് വീട്ടുകാരൻ അറിയുന്നത് ഈ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നത് ഇത് മറ്റാരുമല്ല, ധീരശൂര പരാക്രമിയായ ഖത്താബിന്റെ മകനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഒറ്റ വെളിച്ചം വേണ്ട. സ്വർഗത്തിലെ ഒരു ഹൂറുൽ ലിസാനെങ്കാലും ദുനിയാവിന് ഇറങ്ങിയാല് ദുനിയാവ് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ മൊത്തം പ്രകാശം കിട്ടിപ്പോയി. പോരാ, ആ സ്വർഗത്തിലെ ഹൂറുൽ ലിസാനിന്റെ ഒരു ഉമിനീർ നിലത്തിറ്റിയാൽ ദുനിയാവ് മൊത്തം കസ്തൂരിയുടെ സുഗന്ധാണ്. ആ ഭാര്യയാണ് അവിടെ കിട്ടുന്നത്. ഇവിടെ ഭാര്യ ഓ ഇപ്പൊ ഒന്ന് കൊസി അവിടെ ഒരു കൊസി. അള്ളാഹു തൗഫീഖ് കേട്ടെ, അള്ളാഹു തൗഫീഖ് കേട്ടെ. അതിനാഗ്രഹമുള്ളവരെല്ലാം ഒന്ന് രണ്ട് ആഗ്രഹിക്കാത്ത കള്ളന്മാരുണ്ട്. കാരണം ഇവർക്ക് തമ്മിൽ കുച്ചു കുച്ചു ഹോത്താ ഹെ, എന്നും എന്തോ നടക്കുകയാണ്, ഒത്തുപോകണില്ല. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. എപ്പോഴും ദുആ ചെയ്യും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചു പോകാൻ പറ്റിയ ഒരു ദുആ ഖുർആനിലുണ്ട്. ഞാൻ എന്റെ വേല കേൾക്കണ എല്ലാ ഉമ്മമാരോടും പറയാണ്, പുരുഷന്മാരോടും പറയാണ്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന ദുആ നിത്യമാക്കിക്കോ. ഭാര്യയും ഭർത്താവും ഒന്നിക്കും, ഒരു സംശയം ഉണ്ടാവില്ല, ഒന്നിക്കും. ഒറ്റ ദിവസം ദ്വാർന്നിട്ട് പിറ്റേന്ന് ഗലാട്ട കൂടിപ്പോയി. ഇന്ന് ദ്വാർന്ന് വാല് കഴിഞ്ഞ് പോയിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ദ്വാർന്ന് നല്ല പ്രതീക്ഷയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ എണീക്കുമ്പോ നല്ല പ്രതീക്ഷയിലാണ് എണീക്കണത്. നോക്കുമ്പോൾ എണീറ്റ ഉടനെ ഒറ്റ പൊലി. അല്ലെങ്കിൽ കിടന്ന കിടത്തുന്ന സ്ഥലത്ത് ഒറ്റ ചവിട്ട്. രാവിലെ എണീറ്റ് നോക്കുമ്പോ ഈ ദുആ കഴിഞ്ഞിട്ട് പിറ്റേന്ന് എണീറ്റ് നോക്കുമ്പോൾ താഴെയുണ്ട്. ഈ ദുആ എന്താ സമയമില്ല, ഈ ദുആ മാപ്പിളം പിന്നീട് ഗലാട്ടാക്ക് വാട്ടറ ദുആ അല്ലട്ടോ. ഒരു ദിവസം ദ്വാരുന്നോണ്ടൊന്നായില്ല. അള്ളാഹ് പരീക്ഷിക്കും, അള്ളാഹ് പരീക്ഷിക്കും. ഈ ദുആ എത്ര കാലം നിങ്ങൾ ദ്വാരക്കുവോ എന്ന് നോക്കും. അള്ളാഹ് തീരുമാനിച്ച ഒരു സമയം ഈ ദുആന്റെ ബർക്കത്തുകൊണ്ട് നിങ്ങളെ രണ്ടാളെ ഒന്നിപ്പിക്കും. നിങ്ങൾക്കറിയോ, ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ നിർത്താ ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ കല്യാണം കഴിച്ചു, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, നല്ല രൂപത്തിലെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയോ, 4 വർഷമായി 37 പെരുന്നത് കാണുന്നില്ല, പ്രസവിക്കുന്നത് കാണുന്നില്ല. അപ്പൊ നാട്ടിലാകെ പാട്ടായി. അങ്ങനെ ഉണ്ട് ചില ലജ്ജയില്ലാത്ത ആണുങ്ങന്മാരും പെണ്ണുങ്ങന്മാരും. നിങ്ങൾക്ക് എന്തിനാ ആരാര് പ്രസവിച്ചോ ഇല്ലേന്ന് നമ്മൾ എന്തിനാ നോക്കി നടക്കണം? എന്റെ ഭാര്യ പ്രസവിച്ചോ ഇല്ലേന്ന് ഞാൻ നോക്കിയാ പോരെ അല്ലേ? അങ്ങനല്ലേ? അതേ സമയത്ത് നാട്ടിൽ ഒരാള് കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷമായി പ്രസവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇടീ നമ്മൾ
ഇല്ലേ? അതല്ലേ മനുഷ്യൻ, നമ്മളൊരു അവസ്ഥ നോക്കി. നമുക്ക് ഇന്നും നേരം വെളുത്തിട്ടില്ല. ഞങ്ങളെ കയ്യിൽ ഐഫോൺ ഉണ്ട്, അതിന്റെ അപ്പുറത്തെ സിനാവർ ഉണ്ട്, എല്ലാം ഉണ്ട്, ശരിയാ. പക്ഷെ ഞങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല. മുഹ്മാഫിയെ എന്താ കാരണം? ഞങ്ങൾക്ക് ഈ പെണ്ണുങ്ങന്മാർക്ക് ഈ സൂക്കട് കൂടുതലാ. ഏത് ഭാഗത്ത് ഈ പെണ്ണുങ്ങന്മാർ ഇരുന്നിക്കൊണ്ടെന്നുള്ള വേല. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പെണ്ണുങ്കാലം കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷം കഴിഞ്ഞിട്ട് കുട്ടിയായില്ല എന്ന് കണ്ടാൽ അപ്പ എന്തേടി ചങ്കയില്ലടി, ചങ്ക വേണുടി പെണ്ണെ. എന്തിനപ്പൊ നീ ചോദിക്കണത്? ആരാ എന്റെ ഭർത്താവിന്റെ കുറവാണ്, നിന്റെ കുറവാണ് ചോദിക്കാൻ? നിന്റെതാ പ്രോബ്ലം, അവന്റെതാ പ്രോബ്ലം. ഞാൻ പറഞ്ഞത് നമ്മൾ എന്തിനാ അതിന്റെ പിന്നിൽ വെച്ചെടുക്കണം? അള്ള കുട്ടിയെ കൊടുക്കുന്ന സമയത്ത് കാരണം എന്തറിയോ? ഇപ്പൊ നിന്റെ ഏറ്റവും വലിയ സങ്കടം അതായിരിക്കും. പ്രസവിച്ചിട്ടില്ല എന്ന സങ്കടമല്ല, പിന്നെ ഈ കേൾക്കണതായിരിക്കും ഏറ്റവും വലിയ സങ്കടം. എന്തടി പെരാത്തെ. ഒരു കല്യാണ വീട്ടിലേക്ക് ഇവൾക്ക് പോകാൻ കഴിയണില്ല, ഒരു മരിച്ച വീട്ടിലും പോകാൻ കഴിയില്ല. മരിച്ച മയ്യത്തിന്റെ അടുത്തിരുന്നിട്ട് മെച്ച മയ്യത്താടുണ്ട്, അതിന്റെ അടുത്തിരുന്നിട്ടാ. അതുകൊണ്ട് ഒറ്റ എല്ലാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അത് ചോദിച്ചിട്ട് പാവം അപ്പണ്ണല്ലെങ്കിൽ തന്നെ പ്രസവിച്ചിട്ടില്ല എന്നൊരു സങ്കടമുണ്ട്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ചോദിച്ച് കിതക്കുമ്പോ അവൾക്ക് അതിന്റെ അപ്പുറം സങ്കടം വരും. നമ്മൾ ഒരു മനുഷ്യന്റെ കൽവിൽ സങ്കടം ഉണ്ടാക്കാൻ പാടില്ല. കഴിയുന്നുണ്ടോ? സന്തോഷം ഉണ്ടാക്കണം, അതാണ് ഏറ്റവും നല്ല അമൽ. സന്തോഷം ഉണ്ടാക്കാൻ കഴിയണില്ലേ? ബേജാറുണ്ടാക്കാൻ നോക്കണ്ട. നീ തൽക്കാലം ഒന്ന് മാറി നിൽക്ക്, നീ നിന്റെ വഴിക്കങ്ങ് പോ. അല്ലാഹു തആല നമുക്ക് നല്ല ബോധം തരട്ടെ.